ഗുഡ് മോർണിംഗ്. സ്റ്റോക്ക് ബ്രോ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സമയം 9:33 നമുക്ക് ലെവൽസ് നോക്കുകയാണെങ്കിൽ ഇന്ന് പ്രീവിയസ് ഡേയിൽ അത്രയും ഒരുപാട് ഡിസ്റ്റൻസിലാണ് ലെവൽ. അപ്സൈഡ് ലിക്വിഡിറ്റിയാണ് ഇപ്പോൾ നമുക്ക് കാര്യമായിട്ടുള്ളൂ. 23,301 നിഫ്റ്റിയിലുള്ള അപ്സൈഡ് ലിക്വിഡിറ്റി ഏരിയ. അപ്പോൾ അത് ടാപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഡൗൺ സൈഡ് ട്രേഡിന് നോക്കാം, അതായിരിക്കും നന്നാവുക. ബാങ്ക് നിഫ്റ്റിയിലാണെങ്കിൽ 49,236 താഴേക്ക് വരികയാണെങ്കിൽ ഫസ്റ്റ് അപ്സൈഡിലേക്ക് നോക്കും. അതല്ല 50,49 മുകളിലേക്കാണ് പോകണമെങ്കിൽ താഴേക്ക് നോക്കും. അതാണ് ബാങ്ക് നിഫ്റ്റിയിലുള്ള ലെവൽ. അല്ലെങ്കിൽ ഇന്നത്തെ ദിവസം ഏതെങ്കിലും പ്രൈസ് ആക്ഷൻ അത് ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിനനുസരിച്ചിട്ട് ട്രേഡ് പ്ലാൻ ചെയ്യാം. ഏതായാലും നോക്കാം, ചാൻസ് വരട്ടെ, ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. സമയം 10:57 മാർക്കറ്റ് നല്ല ബുള്ളിഷായിട്ട് മുകളിലേക്ക് പോയിട്ടുണ്ട്, ഒരുപാട് മുകളിലേക്ക് പോയി. പക്ഷേ നമുക്ക് അപ്സൈഡിലേക്ക് എൻട്രിയും തരാതെ പോയത്. അപ്പോൾ നമുക്കൊരു ഡൗൺ സൈഡ് എൻട്രി ഏരിയയിൽ എത്തിയിട്ടുണ്ട്. മാർക്കറ്റ് ഇന്ന് ക്രിയേറ്റ് ചെയ്തൊരു പ്രൈസ് ആക്ഷൻ അനുസരിച്ച് ഡൗൺ സൈഡിലേക്ക് എൻട്രി ഏരിയ എത്തിയിട്ടുണ്ട്. 23,200 പുട്ട് ഓപ്ഷൻ നമുക്ക് വാച്ച് ലിസ്റ്റിലേക്ക് ആഡ് ചെയ്തിടാം. 23,200 പുട്ട് ഓപ്ഷൻ്റെ വാല്യൂ 52 റേഞ്ചിലാണ്. ഓൾമോസ്റ്റ് 40-ൻ്റെയൊക്കെ താഴേക്ക് വരികയാണെങ്കിൽ നമുക്ക് 40 റേഞ്ചിലൊക്കെ വരികയാണെങ്കിൽ എനിക്ക് മിക്കവാറും എൻട്രി വരിക. ഇതിന്ന് ക്രിയേറ്റ് ചെയ്തൊരു ലിക്വിഡിറ്റിയാണ്. ബാങ്ക് നിഫ്റ്റിയിൽ നോക്കുകയാണെങ്കിൽ നല്ല ബുള്ളിഷായിട്ട് തന്നെ മാർക്കറ്റ് പോയിക്കൊണ്ടിരിക്കുന്നത്. നിഫ്റ്റിയിലും ബാങ്കിലൊക്കെ ബുള്ളിഷായിട്ടാണ് പോയത്. പക്ഷേ നമുക്ക് ബുള്ളിഷ് ട്രേഡിന് ഓപ്പർച്യൂണിറ്റി തന്നില്ല. സ്ട്രൈറ്റ് മൂവ് ചെയ്യുമ്പോൾ നമുക്ക് ഒരിക്കലും ബുള്ളിഷ് ട്രേഡിന് ഓപ്പർച്യൂണിറ്റി തരില്ല. എപ്പോഴെങ്കിലും മാർക്കറ്റ് ഒരു എന്താ പറയുക, സ്ട്രൈറ്റ് മൂവ് ചെയ്യാതെ ഇരിക്കുകയാണെങ്കിൽ ഒരു പുൾ ബാക്കൊക്കെ തന്ന് അതിനൊക്കെ ലിക്വിഡിറ്റി ഒക്കെ എടുത്തിട്ട് പോകുകയാണെങ്കിലേ നമുക്ക് കണ്ടിന്യൂസ് അപ്സൈഡ് പോകുമ്പോൾ നമുക്ക് എൻട്രി കിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇതുവരെ അപ്സൈഡിലേക്ക് എൻട്രി കിട്ടിയില്ല. ഫസ്റ്റ് അറ്റംപ്റ്റ് എന്ന് പറഞ്ഞാൽ ഡൗൺ സൈഡിലേക്കാണ് ട്രേഡ് വരുന്നത്. ഞാൻ BTCയിൽ ഒരു ട്രേഡ് എടുത്തിട്ടുണ്ട്. BTCയിലും ഒരു ട്രേഡ് റണ്ണിങ് ആണ്. നോക്കാം. ഏതായാലും മാർക്കറ്റ് ആ റേഞ്ചിലേക്ക് എത്തട്ടെ. ബാങ്ക് നിഫ്റ്റിയിലുണ്ട്. ബാങ്ക് നിഫ്റ്റിയിൽ പ്രോപ്പർ ലിക്വിഡിറ്റി അല്ല. നിഫ്റ്റിയിൽ ഏതായാലും ആ ഒരു ഏരിയയിലേക്ക് എത്തുകയാണെങ്കിൽ നമുക്ക് ട്രേഡ് എടുക്കാം. മാർക്കറ്റ് ആ ഒരു റേഞ്ചിലേക്ക് വരട്ടെ, വെയിറ്റ് ചെയ്യാം. അത്യാവശ്യം ടാർഗറ്റ് ഏരിയയിലേക്ക് ഉണ്ട്, അത്യാവശ്യം ഡിസ്റ്റൻസ് ഉണ്ട്. നമുക്ക് എൻട്രി പ്ലാൻ ചെയ്യാൻ പറ്റിയ ഏരിയ തന്നെയാണ്, അതുകൊണ്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ആ ഒരു ഏരിയയിൽ നമുക്ക് നോക്കാം. കാരണം മിനിമം നമ്മൾ ട്രേഡ് കിട്ടിക്കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് ടാർഗറ്റിലേക്കുള്ളൊരു ഡിസ്റ്റൻസ് മിനിമം ഉണ്ടാവും എന്നുള്ളത് ചെക്ക് ചെയ്യും. ആ ഒരു ഡിസ്റ്റൻസ് ഉണ്ടെങ്കിൽ നമുക്ക് ട്രേഡ് പ്ലാൻ ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ ഇപ്പോൾ ഇനി 23,131 ടാപ്പ് ചെയ്യുകയാണെങ്കിൽ അപ്സൈഡിലേക്കും ട്രേഡ് നോക്കാം. അങ്ങനെ ഒരു അപ്സൈഡിലേക്കും ട്രേഡ് നോക്കാൻ പറ്റിയ ഒരു ഏരിയയാണ്. നമ്മുടെ എൻട്രി ഏരിയയിലേക്ക് വരുന്നുണ്ട് പ്രൈസ്. ഓൾമോസ്റ്റ് പ്രീമിയം ഒക്കെ 45-ലൊക്കെ എത്തിയിട്ടുണ്ട്. കുറച്ചും കൂടി താഴെ വന്നാൽ നമുക്ക് എൻട്രി എടുക്കാം. വരട്ടെ, വെയിറ്റ് ചെയ്യാം. മാർക്കറ്റ് ഒരു ഡൗൺ മൂവ് തരാൻ ചാൻസ് ഉണ്ട്. കാരണം അത്യാവശ്യം നല്ല ബുള്ളിഷായി പോയതാണ്. കണ്ടിന്യൂസ് ഒരിക്കലും മാർക്കറ്റിന് ബുള്ളിഷായി പോകാൻ കഴിയില്ല. ചെറുതായിട്ടൊക്കെ ഒന്ന് റിവേഴ്സ് നമുക്ക് എൻട്രി ഏരിയ വരാനായിട്ടുണ്ട്. അപ്പോൾ വരും ഒക്കെ പോയിൻ്റ് അവിടെ കാണാം. ഓക്കെ, എൻട്രി വന്നിട്ടുണ്ട്. 40-നാണ് എനിക്ക് എൻട്രി കിട്ടിയത്. 40-നാണ് എൻട്രി കിട്ടിയത്. ഓക്കെ, ടാപ്പ് ചെയ്ത സമയത്ത് 40-നാണ് കിട്ടിയത്. ഞാൻ പറഞ്ഞില്ല, എൻട്രി ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചിലപ്പോൾ മാറാം. ചില ആൾക്കാർക്ക് 41-ന് കിട്ടാം, ചില ആൾക്കാർക്ക് 37-ന് കിട്ടാം, 38-ന് കിട്ടാം. ഒരു സെക്കൻഡ്, ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയാൽ മതി. ചിലപ്പോൾ എൻട്രി അങ്ങോട്ടും ഇങ്ങോട്ടും മിസ്സാവും. എനിക്ക് ഒരു SL അടിക്കും എന്ന് എനിക്ക് തോന്നുന്നു. മാർക്കറ്റ് ബുള്ളിഷായി തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. സ്റ്റോപ്പ് ലോസ് തൊട്ടടുത്ത് എത്തി. 2,000-ഒക്കെ ലോസ് കാണിച്ചിട്ടുണ്ട്. 2,300-ഒക്കെ ലോ ആയിരിക്കും. 2,200, 2,300 റേഞ്ചിലായിരിക്കും നമ്മുടെ SL വരിക. ബാങ്ക് നിഫ്റ്റി ഒരു 5 മിനിറ്റ്സ് ലിക്വിഡിറ്റി ക്രിയേറ്റ് ആയിട്ടുണ്ട്. താഴേക്ക് വരുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ല, അതായത് നമുക്ക് എൻട്രി കിട്ടിയത് 40-80-നാണ്. അതിപ്പോൾ 42-നാണ് എൻട്രി കിട്ടിയതെങ്കിൽ എൻ്റെ SL അടിച്ചിട്ടുണ്ടാവും. അതിനെ വെച്ച് 38-നാണ് എൻട്രി കിട്ടിയെങ്കിൽ ഇപ്പോൾ ഞാൻ പ്രോഫിറ്റിലായി കിട്ടുന്നുണ്ടാവും. നമ്മൾ ചെറിയ SL വെക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറും ചില സമയത്ത്. ഒരു ഫ്രാക്ഷൻ അല്ലേ, ഒരു സെക്കൻഡ് മുൻപേ ഒരു സെക്കൻഡ് ശേഷം നമ്മൾ കറക്റ്റായിട്ട് എക്സാക്ട്ലി ടാപ്പ് ചെയ്യുന്ന സമയത്ത് എൻട്രി എടുക്കുക. അത് തന്നെ നമ്മൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്തുള്ള ചെറിയ ഡിഫറൻസിൽ പ്രീമിയം നമുക്ക് കിട്ടുന്നതിലും മാറ്റം വരാം. അതാണ് ഞാൻ പറയാൻ കാരണം. ചിലപ്പോൾ നമുക്ക് നല്ല പ്രീമിയം കിട്ടാം, ചിലപ്പോൾ കുറച്ചും കൂടി ഇതായിട്ടൊക്കെ കിട്ടാം. അതാണ് ഞാൻ പറഞ്ഞത്, ചെറിയൊരു ഡിഫറൻസ് ഒക്കെ വരും. അത് നമുക്ക് പറയാൻ പറ്റില്ല. ചിലപ്പോൾ SL അടിച്ചിട്ട് വരാം, ടാർഗറ്റ് അടിച്ചിട്ട് വരാം ഒക്കെ. നമുക്കിതിപ്പോൾ ഭാഗ്യത്തിന് നമ്മുടെ SL അടിക്കാതെ പോയത്. പക്ഷേ അത് നമുക്ക് ഭാഗ്യം എന്ന് പറയാൻ പറഞ്ഞു, അത് തിരിച്ച് മുകളിലേക്ക് പോയി നമ്മൾ SL അടിക്കുകയും ചെയ്യും, പറയാൻ പറ്റില്ല. 3,000 സംതിങ് ഒക്കെ പ്രോഫിറ്റ് ആയിട്ടുണ്ട്. വെയിറ്റ് ചെയ്യാം നമുക്ക്. ഏതായാലും ഞാനൊന്ന് ഫാസ്റ്റ് ഫോർവേഡ് അടിച്ചിട്ട് കാണിച്ചു തരാം. ഓക്കെ,
ടാർജറ്റ് വരെ വെയിറ്റ് ചെയ്യാം നമുക്ക് 23,131 വരെ. അത് എത്തിക്കഴിയുകയാണെങ്കിൽ നമുക്ക് ട്രെയിൽ ചെയ്യാം മാർക്കറ്റിൽ. അത് എത്തിക്കഴിയുകയാണെങ്കിൽ ചെറിയ പ്രോഫിറ്റ് ട്രെയിൽ ചെയ്ത് പോവാം. അതാണ് പ്ലാന്. ഓക്കെ, പ്രോഫിറ്റ് ബുക്ക് ചെയ്യുന്നില്ല എന്ന്, പ്രോഫിറ്റ് ബുക്ക് ചെയ്യാതെ ട്രെയിൽ ചെയ്ത് പോകാനുള്ള പരിപാടിയാണ്. അഥവാ പ്രോഫിറ്റ് മീൻസ് ടാർജറ്റ് ഏരിയ എത്തിക്കഴിഞ്ഞാൽ കേട്ടോ, അതൊക്കെ ടാർജറ്റ് എത്തിയില്ലെങ്കിൽ സ്റ്റോപ്പ് ലോസ് നമ്മൾ കൊടുത്തിട്ട് ട്രേഡിൽ നിന്ന് ഇറങ്ങും, അത്രേ ചെയ്യുന്നുള്ളൂ. ഏതായാലും ഞാൻ അപ്ഡേറ്റ് ഫാസ്റ്റ് ഫോർവേഡ് അടിച്ചിട്ട് കാണിക്കാം. സമയം 11:26 നമ്മുടെ SL അടിച്ചിട്ടുണ്ട് കേട്ടോ. ആ ഒരു ട്രേഡിൽ 40 എൻട്രി എടുത്തു, 34 11 മണിക്ക് എൻട്രി, 11:26 SL. ഓൾമോസ്റ്റ് 1:5 വരെ പോയിട്ടാണ് SL അടിച്ചത്. പക്ഷേ നമ്മൾ പ്രീ പ്ലാൻ ചെയ്ത പ്രകാരം 1:5 ഇറങ്ങാനൊന്നും പ്ലാൻ ഇല്ലായിരുന്നു. ഞാൻ താഴേക്ക് കുറച്ചും കൂടി വരുമെന്ന് പ്രതീക്ഷിച്ചു. മാർക്കറ്റ് അറ്റ്ലീസ്റ്റ് ടാർജറ്റ് ലെവൽ എത്തുകയാണെങ്കിൽ നമുക്ക് പ്രോഫിറ്റ് ട്രെയിൽ ചെയ്ത് പോകാനാണ് പ്ലാൻ ഉണ്ടായിരുന്നത്. പക്ഷേ നമുക്ക് എന്താ പറയുക, അങ്ങോട്ടൊന്നും എത്തിയില്ല. മാർക്കറ്റ് ആ ഒരു റേഞ്ചിൽ തന്നെ നിൽക്കുകയാണ്. ഇപ്പോൾ ബാങ്ക് നിഫ്റ്റിയിലും ഇതേപോലെ ഒരു 5 മിനിറ്റ്സ് IDX ലിക്വിഡിറ്റി ഉണ്ടാക്കിയിട്ടുണ്ട്. ബാങ്ക് നിഫ്റ്റിയിൽ ഈ ഒരു 49,800 മുകളിലേക്കൊക്കെ പോകുകയാണെങ്കിൽ താഴേക്ക് നോക്കാൻ അവസരമുണ്ട്. പക്ഷേ ഏതായാലും നമുക്കൊരു കുറച്ച് ബ്രേക്ക് എടുത്തിട്ട് ചെയ്യാം. ഏതായാലും ചാൻസ് വരികയാണെങ്കിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, സമയം 11:42 ആയിട്ടുണ്ട്. നമ്മൾ ചെറിയ ബ്രേക്ക് ഒരു പാട്ടൊക്കെ കേട്ടാൽ നിന്ന് ഫസ്റ്റ് ട്രേഡ് SL അടിച്ചല്ലേ, ചെറിയ ബ്രേക്ക് എടുക്കാമെന്ന് പറഞ്ഞാൽ കുറേ ബ്രേക്ക് എടുക്കാനല്ല ഉദ്ദേശിച്ച്, ഒന്ന് റെസ്റ്റ് എടുത്ത് ചെയ്യാമെന്നാണ് ഉദ്ദേശിച്ച്. നമുക്ക് വീണ്ടും ഇന്ന് ക്രിയേറ്റ് ചെയ്തൊരു പ്രൈസ് ആക്ഷൻ, ഒരു ലിക്വിഡിറ്റി ടാപ്പ് ചെയ്തിട്ടുണ്ട് മാർക്കറ്റ്. ഡൗൺ സൈഡിലേക്ക് തന്നെ എൻട്രി നോക്കുന്നത്. സെയിം 23,200 പുട്ട് ഓപ്ഷൻ തന്നെയാണ് നോക്കുന്നത്. പ്രീമിയം ഓൾമോസ്റ്റ് ഇപ്പോൾ 35 ഉണ്ട്. 375 ക്വാണ്ടിറ്റി, 6 പോയിൻ്റ് SL ബൈ ചെയ്യാം. എൻട്രി ഏരിയയിലേക്ക് എത്തിയിട്ടുണ്ട്. 35.79 നമുക്ക് കിട്ടിയത്. ഇപ്പോൾ തന്നെ പോകുന്ന എനിക്ക് തോന്നുന്നത്. മിക്കവാറും ഇന്നത്തെ 2 ട്രേഡും കൊണ്ടും 11:45 നിർത്തേണ്ടി വരുമെന്ന് എനിക്ക് തോന്നുന്നത്. ബാങ്ക് നിഫ്റ്റിയും ഒരു 5 മിനിറ്റ്സ് IDX ഉണ്ട്, പക്ഷെ അത് ഇതുവരെ ടാപ്പ് ചെയ്തിട്ടില്ല കേട്ടോ. ഇപ്പോൾ അത് ടാപ്പ് ചെയ്താണെങ്കിൽ മിക്കവാറും ഇതിൻ്റെ അസറ്റ് പണി തരുമെന്ന് എനിക്ക് തോന്നുന്നത്. ഏതായാലും നോക്കാം, നമുക്ക് വെയിറ്റ് ചെയ്യാം. നമ്മുടെ സെക്കൻഡ് ട്രേഡാണ്. 2 ട്രേഡ് SL അടിച്ചാൽ പിന്നെ ഇന്ന് ട്രേഡ് ഉണ്ടാവില്ല. 4,000 സംതിങ് ആണ് നമ്മുടെ മാക്സിമം ലോസ് എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഇന്ന് ട്രേഡ് ഉണ്ടാവില്ല. ഇനിയിപ്പോൾ ഇന്ന് ഫുൾ ടൈം നമ്മൾ വെറുതെ നോക്കിയിരിക്കേണ്ടി വരും. ഇൻ കേസ് ഇത് താഴേക്ക് വരികയാണെങ്കിലും ഞാൻ ട്രെയിൽ ചെയ്തേ പോവുള്ളൂ, ടാർജറ്റ് ബുക്ക് ചെയ്യില്ല. പ്രോഫിറ്റ് ആവുന്ന 1:5 ഒക്കെ എത്തിക്കഴിഞ്ഞാൽ കോസ്റ്റ് പ്രൈസിലേക്ക് വെക്കും. പിന്നെ 1:10 ഒക്കെ എത്തിക്കഴിഞ്ഞാൽ അങ്ങനെ ട്രെയിൽ ചെയ്യാനാണ് പ്ലാന്. ചെറുതായിട്ടൊരു റിവേഴ്സൽ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. കാരണം മാർക്കറ്റ് ഇന്നലെ മുതൽ സ്ട്രൈറ്റ് അപ്പ് സൈഡിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ റിവേഴ്സൽ വരാനും ഒരു പ്രതീക്ഷ നല്ല റിവേഴ്സലാണ്. SL അടിക്കും. SL തൊട്ടടുത്തെത്തിയിട്ടുണ്ട്. നോക്കാം. നമ്മളെ എൻട്രി സെറ്റപ്പ് പ്രകാരം ട്രേഡ് എടുത്തിട്ടുണ്ട്, അത്രേ ഉള്ളൂ. നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. അതിനനുസരിച്ച് ട്രേഡ് പ്ലാൻ ചെയ്യാമെന്നല്ലാതെ SL അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ നാളത്തെ ദിവസം പുതിയ അവസരങ്ങളിൽ നോക്കുക എന്നല്ലാതെ വേറെ ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല. നമുക്ക് മാർക്കറ്റിൽ ഒരുപാട് ദിവസങ്ങൾ എന്താ പറയുക, ട്രേഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ചില ദിവസങ്ങളിൽ ടാർജറ്റ് SL ഒക്കെ ഉണ്ടാകും. അപ്പോൾ അത് ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്. നമ്മൾ എന്തുകൊണ്ടാണ് പിന്നെയും ഒരുപാട് ട്രേഡ് SL അടിച്ചു കഴിഞ്ഞാൽ പിന്നെയും ട്രേഡ് എടുക്കാത്തതെന്ന് ചോദിക്കാൻ കാരണം എൻ്റെ ഒരു ഐഡിയ കേട്ടത്, എനിക്ക് അതിലാണ് എനിക്ക് ഇതായി തോന്നിയത്. അതായത് എനിക്കിപ്പോൾ മാക്സിമം 2 SL വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എൻ്റെ മാക്സിമം ലോസ്, നമ്മളൊരു പരിധിക്കപ്പുറം ലോസ് വന്നു കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ ഈ പ്രോപ്പർ സെറ്റപ്പ് ഒന്നും കാണൂല. എനിക്ക് അങ്ങനെ ഒരു അനുഭവങ്ങൾ ഒരുപാട് തുടക്കകാലത്ത് ഉണ്ടായിട്ടുണ്ട്. എനിക്ക് ഏറ്റവും കൂടുതൽ ലോസ് വന്ന ദിവസങ്ങളെന്ന് പറഞ്ഞാൽ തുടർച്ച വലിയ 2-3 ട്രേഡിൽ SL തുടക്കത്തിൽ വരുന്ന ദിവസങ്ങളിലായിരിക്കും എനിക്ക് ഭയങ്കരമായിട്ടുള്ള ലോസ് വരിക. നേരെ മറിച്ച് ഫസ്റ്റത്തെ 1-2 ട്രേഡ് ടാർജറ്റ് അടിച്ച ദിവസങ്ങൾ ചെറിയ പ്രോഫിറ്റായിട്ട് മുന്നോട്ട് ഇങ്ങനെ പോകും. ഞാൻ അന്ന് ചിലപ്പോൾ ട്രേഡ് സ്റ്റോപ്പ് ചെയ്യും. ഒരു ടാർജറ്റ് 2 ടാർജറ്റ് അടിച്ചാൽ സ്റ്റോപ്പ് ചെയ്യും. നേരെ മറിച്ച് SL വന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ ഞാൻ അങ്ങനെ ട്രേഡ് എടുത്ത് എൻ്റെ അക്കൗണ്ടുകളൊക്കെ അങ്ങനെയാണ് ആദ്യം സ്റ്റാർട്ടിങ് ടൈമിൽ 0 ആക്കി പോയിരുന്നത്. അപ്പോൾ ആ ഒരു തിരിച്ചറിവിൽ നിന്നാണ് ഞാൻ ഇങ്ങനെയുള്ളൊരു തീരുമാനം എടുക്കാൻ കാരണം. പലരും ചോദിക്കാറുണ്ട്, നിങ്ങൾക്ക് ഒരു എൻട്രി സെറ്റപ്പ് ഇല്ലേ, പിന്നെയും മാർക്കറ്റിൽ വരുമ്പോൾ അത് ചെയ്തുകൂടെ എന്ന് ചോദിക്കാറുണ്ട്. പക്ഷേ അത് ചെയ്യാത്തതിൻ്റെ കാരണം അതാണ്. ഓക്കെ, ഇതിപ്പം താഴേക്കന്നെ വരുന്നുണ്ടല്ലേ, പക്ഷെ പ്രീമിയം അങ്ങോട്ട് ഇതാവുന്നില്ല. പ്രീമിയം എക്സ്പയറി ഡേ ആണ്. പ്രീമിയം വെറുതെ തീറ്റ ഡീക്ക് അടിച്ച് തീരും ചെയ്യും. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. പെട്ടെന്ന് മൂവ്മെൻറ്റും കിട്ടുകയാണെങ്കിൽ പെട്ടെന്ന് കിട്ടും വേണം.
എക്സ്പയറി ഡേയിൽ അങ്ങനെ ഒരു സുഖമുണ്ട്, മൊമെൻറ്റം കിട്ടുകയാണ് ആണെങ്കിൽ വേഗം പ്രോഫിറ്റ് ആവുകയും ചെയ്യും. നമ്മുടെ മാക്സിമം SL അടിച്ചിട്ടുണ്ട് കേട്ടോ, 2 ട്രേഡ് SL അടിച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് നമുക്കറിയാൻ പറ്റി പരിപാടി നിർത്തിയിട്ടുണ്ട്. നമ്മളെ ഓർഡേഴ്സൊക്കെ ഇവിടെ കാണാം. 2 ട്രേഡ് നമ്മുടെ മാക്സ് ലോസ് എത്തിയതുകൊണ്ട് ഇനി ഇന്ന് എത്ര നല്ല ചാൻസ് വരികയാണെങ്കിലും നമ്മൾ അതിനേക്കില്ല, മാർക്കറ്റിൽ നിന്ന് മാറി നിൽക്കുക. നാളെയും അവസരം ഉണ്ടാവും, അത് നോക്കാം. അത്രേ ഉള്ളൂ, വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. വെയിറ്റ് ചെയ്യല്ല. ഇന്നത്തെ വീഡിയോ സ്റ്റോപ്പ് ചെയ്യാം, നമുക്ക് നാളെ നോക്കാം. നാളെ ചാൻസ് വരുമ്പോൾ ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നത്. 4500 ലോസ് വന്നിട്ടുണ്ട്. ബാങ്ക് നിഫ്റ്റി ഇതാ ഒരു DX എടുക്കാൻ പോകുന്നുണ്ട്. ബാങ്ക് നിഫ്റ്റി മിക്കവാറും ബാങ്ക് നിഫ്റ്റിയിലും ഇനിയിപ്പോൾ എന്തെങ്കിലും ആവട്ടെ, നമ്മൾ ചാൻസ് നോക്കില്ലാണ്. ബാങ്ക് നിഫ്റ്റി ഉണ്ടോ, ബാങ്ക് നിഫ്റ്റി ടാപ്പ് ചെയ്തിട്ടുണ്ട് ലിക്വിഡിറ്റി, അവിടുന്ന് താഴേക്കും വരാൻ ചാൻസ് ഉണ്ട് ബാങ്ക് നിഫ്റ്റിയിൽ. ഏതായാലും നോക്കാം, നമുക്കറിയില്ല, ചിലപ്പോൾ കണ്ടിന്യൂസ് മുകളിലേക്കും പോകാം. നമുക്ക് മാർക്കറ്റിനെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. നമ്മുടെ 2 അവസരം നമ്മൾ വിനിയോഗിച്ചു, അതിനനുസരിച്ച് ട്രേഡ് എടുത്തു. SL അടിച്ചതിനെ കൊണ്ട് നിർത്തി. നാളെ ദിവസം നോക്കാം. താങ്ക് യു.